എല്ലാവർക്കും യോജിക്കുന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം പരീക്ഷിക്കാൻ സൗണ്ടാണ് നമ്മളൊന്നും ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് നമ്മൾ കളിക്കുന്ന FC മൊബൈൽ എന്നൊരു ഗെയിമാണ്. അത് നിങ്ങൾക്ക് FC മൊബൈൽ പറഞ്ഞ ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് ആ ഒറ്റ പേരേ ഉണ്ടാവുള്ളൂ. എനിക്കറിയാം, ഫിഫ അല്ലേ. ആ ഫിഫയ്ക്ക് ശേഷം ഇവന്മാർ എത്രത്തോളം ഈ ഗെയിമിനെ പൊട്ടിക്കാൻ പറ്റുമോ അത്രത്തോളം ഈ ഗെയിമിനെ പൊട്ടിച്ചിട്ടുണ്ട്. അത് എനിക്ക് കണ്ടാൽ മനസ്സിലാവും. പണ്ട് ഏകദേശം ഞാൻ പണ്ട് കളിക്കണ്ടായില്ല, പക്ഷെ പണ്ട് ഏകദേശം 400 മാറിപ്പോയി ഗൈസ്, 100 എത്രയോ OVR ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഏറ്റവും മാക്സിമം പറഞ്ഞാൽ 106 OVR ആണ്. അതിൽ തന്നെ അങ്ങനെ ഞാനിപ്പോൾ അടുത്തിടെ ഉണ്ടായിരുന്ന ഏപ്രിൽ അവധിയിൽ ഞാൻ മെയിൽ കളിക്കാൻ തുടങ്ങിയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ജസ്റ്റ് ഇപ്പോൾ 104 OVR ഉണ്ട്. ഇതാണ് എൻ്റെ ടീം. ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റ് പറഞ്ഞാൽ റെട്രോ സ്റ്റാർസ് ആണ്. അത് പണ്ടത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പണ്ടത്തെ ഫിഫ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇവൻ്റായിരുന്നു റെട്രോ സ്റ്റാർസ് വേണ്ടി. അതും അന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയാക്കി ഇവൻ്റേസ് റെട്രോ സ്റ്റാർസ്. അതായത് നമ്മളിപ്പം ഫ്രീ ഫയർ നമുക്ക് അറിയാം, ഫ്രീ ഫയർ കിട്ടാണ്. അതുപോലെ തന്നെ ഇത് വരുന്ന സ്റ്റാർ പാസും എല്ലാ ഇവൻറ്റ്സും കുറേ റെയറായിട്ട് ഐറ്റംസ് ഒക്കെ റിട്ടേൺ കൊടുക്കുന്ന ഒരേ ഒരു ഇവൻ്റാണ് ഈ ഒരു റെട്രോ സ്റ്റാർസ് ഇവൻ്റ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഇവൻ്റ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇതിപ്പം എൻ്റെ ടീമാണ് കഴിച്ചത്. ഈ എഡർസൺ ബറേസി, ഫ്രാങ്ക് റൈക്കാർഡ് ഇവരുടെയൊക്കെ കാർഡ്സ് ഇതൊക്കെ ഹാൾ ഓഫ് ഫെയിംസ് പറഞ്ഞ് ഈ റെട്രോ സ്റ്റാർസ് തൊട്ട് മുമ്പുള്ള ഒരു ഇവൻ്റാണ് കഴിച്ചത്. അടുത്ത് പിന്നെ റെട്രോ സ്റ്റാർസ് എന്ന് പറഞ്ഞ ആൾക്കാരില്ല, അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ ഫുള്ള് ഡെയിലി പിക്സ് കൊടുക്കാൻ വെച്ചേക്കാണ്. ഇപ്പോൾ ഈ ഡെയിലി പിക്സ് എന്ന് ഞാൻ പറഞ്ഞത് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ കനവാര കിട്ടുമ്പോൾ 101 OVR ആണ്. ഞാൻ അവനെ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയാണ് ഗൈസ്. അപ്പോൾ നമ്മളേക്കും പൈസേൻ്റെ കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അതൊന്നുമല്ല ഗൈസ്, എങ്ങനെയൊക്കെയോ കൂട്ടി വെച്ച് ഉണ്ടാക്കിയാണ് ഗൈസ്. പൈസ കഷ്ടപ്പാടാണ് ഗൈസ്. 196 മില്യൺ ഇപ്പം എൻ്റെ അടുത്തുള്ള 20 വെച്ച് റെക്കോർഡിൻ്റെ വില. മാറിപ്പോയി ഗൈസ് കനവേരൻ്റെ വില. പിന്നെ ഇത് കാർലോസ് ആൽബർട്ടോ 100 തന്നെ. ഇത് ഞാൻ വാങ്ങിയതാണ്. ഞാൻ വാങ്ങിയപ്പോൾ ഏകദേശം ഗൈസ് 208 മില്യൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഇവനെ വാല്യൂ പറഞ്ഞത് 404 മില്യൺ. അതിപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കുകയാണെങ്കിൽ 20 ലെവലിൻ്റെ ആയിരിക്കും കാണിക്കുക. പക്ഷേ അത് മാർക്കറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ ഏകദേശം 407 മില്യൺ ഉണ്ടാവുള്ളൂ. EA ലോജിക്കാണ് ഗൈസ് ഇത്. പിന്നെ കാണിച്ചിട്ടാണ് നിങ്ങൾക്ക് ബറേസിയാണ് ഗൈസ്. ഈ ബറേസിന് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ളതിനാണ്. ഈ കുക്കറെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ ഗൈസ്, വെറുതെ എങ്ങനെ നോക്കി നമുക്ക് സമയം കണ്ട. എൻ്റെ ഈ ഫ്രാങ്ക് റൈക്കാർഡ്, ബറേസി, കനവാരോ, കാർലോസ് ആൽബർട്ടോ, കുക്കുറെല്ല, മുള്ളർ, ഡഗ്ലിഷ് ഇവരെല്ലാവരും ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ ആക്കി ഡഗ്ലിഷ് മാത്രമേ മാക്സ് ആയിട്ടുള്ള ഒരാളുള്ളൂ. കാരണം ഇതിൽ പിന്നെ റാങ്കപ്പ് ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ. പിന്നെ നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോകാം കേട്ടോ ഗൈസ്. കാരണം എനിക്ക് നിങ്ങളോട് സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി ഗൈസ്. നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക, എന്നിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞങ്ങളൊരിക്കലും പ്രഷർ വരുന്നില്ല. അപ്പോൾ ഈ സലേനൊക്കെ എനിക്കൊരു സ്പിന്നിന് കിട്ടിയാണ്. സ്പിന്നിന് കിട്ടിയ ഗൈസ്. പിന്നെ എനിക്ക് റൈക്കാർഡിന് ഒരു വട്ടം ഗൈസ് ഇതിൻ്റെ ഒരു ഫ്രീ പാക്ക് കിട്ടിയത്. ഇത് ഓരോരോ ഇവൻ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് പാക്ക് ഓരോ സംഭവം ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് പാക്കിൽ 81 to 101 OVR റേറ്റഡ് പ്ലെയറിൽ എനിക്ക് കിട്ടിയ 100ൻ്റെ ആളാണ് ഗൈസ് ഇത്. അതും ട്രേഡബിൾ. പിന്നെ ഇതിൽ എനിക്ക് ആകെ ഒരൊറ്റ ആളെ മാക്സ് ചെയ്യാൻ പറ്റിയ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത്, ഇതിൽ മാത്സാണ് കുറച്ച് സാധനമുണ്ട്. അത് കണ്ടിട്ട് ഒരിക്കലും തരാറില്ല. അറിയാതെ പറഞ്ഞതാണ്. EA കാണണമെങ്കിൽ ഓർക്കുക, ഇവരൊരിക്കലും തരാറില്ല. പിന്നെ ഞാൻ കുറച്ച് പറഞ്ഞാൽ ഡെയിലി പിക്സ് എന്ന് പറഞ്ഞത് ഇവിടെ സൈഡിലായിട്ട് സ്റ്റാർ പാസ്, എക്സ്ട്രാ ടൈം, ഏൺ ജെംസ് ഒന്നും കാണുക. അതിൽ എക്സ്ട്രാ ടൈമുള്ള സാധനമാണ് ഡെയിലി പിക്സ്. അതിൽ എക്സ്ട്രാ ടൈമിൽ നമുക്ക് കുറച്ച് എക്സ്ചേഞ്ചസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കുറച്ച് ടോക്കൺസ് കിട്ടും. അവർ പറഞ്ഞ പ്ലേയേഴ്സിന് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ടോക്കൺസ് കിട്ടും. ആ ടോക്കൺസ് കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഈ ടോപ്പ് ഇവൻ്റ് എന്നുള്ള ഈ 3000 ചെയ്യാനുള്ള എൻ്റെ അടുത്ത് 3000 ഞാൻ 1296 എൻ്റെ അടുത്തുള്ളൂ. ഇതിന്ന് കിട്ടുന്ന ഇവർ പറയുന്നു, ഗ്യാരണ്ടി പറഞ്ഞു ഇത്രയും ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. പക്ഷേ ഇവർ വെറുതെ വയ്ക്കുന്നതാണ്. ഇതൊന്നും തരുന്നില്ല. ഇതൊക്കെ ലക്കുള്ളവർക്കൊക്കെ തരുള്ളൂ. അതും വിത്ത് ട്രേഡബിളൊക്കെ ആണെങ്കിൽ ഞാൻ പിന്നെ നോക്കണ്ട, വേറെ ലിങ്കസ്. ഞാൻ പിന്നെ ഇതാണ് ചെയ്തത്. പിന്നെ ഇന്ന് എല്ലാവർക്കും ഒരു മണ്ടത്തരം പറ്റുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ഇന്ന് രാവിലെ വേണം സത്യം പറഞ്ഞാൽ എനിക്ക് ഡെയിലി പിക്ക് 3000 ചെയ്യാമെന്ന് കഴിച്ചു. പക്ഷേ ഇതിപ്പം മണ്ടത്തരം കാണിച്ചു കഴിച്ചു. എല്ലാം ഇവിടെ എക്സ്ചേഞ്ചിൽ ഡെയിലി പിക്ക് സംഭവം അതിപ്പോൾ പോയി കഴിച്ചു. പിന്നെ ഇവർ കൊണ്ടുവന്നൊരു ജസ്റ്റ് സൈഡ് ഇവൻ്റ് അല്ല, ഒരു മെയിൻ വലിയൊരു ഇവൻ്റ് തന്നെയാണ് ഈ ഐക്കൺ ക്രോണിക്കിൾസ് എന്ന ഇവൻ്റ്.
കോൺസിബിളിൻ്റെ പണ്ടത്തെ ഐക്കൺസൊക്കെ ആയിട്ടുള്ള സ്റ്റീവൻ ജെറാർഡ്, സാബി അലോൺസോ, ഫെർണാണ്ടോ ടോറസ്, ഫ്രാങ്ക് ലാംപാർഡ്, റൗൾ ചെക്ക്. പിന്നെ അവിടെ വരാൻ പോകുന്ന ഒരാളുണ്ട്. ആളാരാ ഞാൻ റിവീൽ ചെയ്യാം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് റിവീൽ ചെയ്യാം. അത് കുറച്ച് ഞാൻ റിവീലിൻ്റെ ആവശ്യമില്ല, നമുക്ക് ചിലപ്പോൾ മനസ്സിലായി കാണും. ഇവിടുന്ന് കിട്ടുന്ന എനർജി ടോക്കൺസ് വെച്ചിട്ട് നമുക്ക് ഓരോന്നും കംപ്ലീറ്റ് ചെയ്യണം, ഓരോരോ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ഇപ്പോൾ സ്റ്റീവൻ ജെറാർഡും, സാബി അലോൺസോയും, ഫെർണാണ്ടോ ടോറസും, ഫ്രാങ്ക് ലാംപാർഡും ചെക്കും കംപ്ലീറ്റഡ് ആണ്. എനിക്ക് റൗൾ കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്തുള്ള ആൾ അൺലോക്ക് ആവും. അതായത് ഇപ്പം ഇവിടുന്ന് മൊത്തം നിങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ തുടങ്ങുകയാണെങ്കിൽ ഏകദേശം 2 or 3 കിട്ടുന്നുണ്ടാവുള്ളൂ. അത് പിന്നെ കുറച്ചും കളിച്ച് ജസ്റ്റ് സ്റ്റീവൻ ജെറാർഡും, സാബി അലോൺസോയും, ഫെർണാണ്ടോ ടോറസും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 5 കിട്ടി തുടങ്ങും. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് 4 ടോക്കൺസ് ഉണ്ടായതുകൊണ്ട് 4 കളിച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കി എനിക്ക് നാളത്തെ കൊണ്ട് കിട്ടും. ഈ റൗണ്ടിൻ്റെ ഏകദേശം ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഈ 98ൻ്റെ സ്ട്രൈക്കർ കിട്ടും. അങ്ങനെയാണ് എനിക്ക് ഇവിടുന്ന് ഇപ്പോഴത്തെ വിട്ടർ ചെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചെക്കിൻ്റെ ഇത് കിട്ടിയേക്കുന്നത്. ചെക്കിനേക്ക് തന്നിരിക്കുന്നത് കൈസ്. അത് നിങ്ങൾക്കിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഈ റെട്രോ സ്റ്റാർസ് ഇവൻ്റ് എന്താ ഞാൻ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞു കേട്ടോ ഗൈസ്. പിന്നെ ഹീറോസ് ഇവൻ്റ് ഇപ്പോഴും പോയിട്ടില്ല ഗൈസ്. പണ്ട് എല്ലാവരും ഒരു വികാരം സാധനമായിരുന്നു ഈ ഹീറോസ് ഇവൻ്റ്. ഇനിയിപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന മെയിൻ വലിയ കുറച്ച് ടൈപ്പ് കാർഡ്സ് ഞാൻ പറഞ്ഞു ഗൈസ് ഏതൊക്കെയാണെന്ന്. ഇപ്പോഴത്തെ ഏറ്റവും വില കൂടി കുറച്ച് ആൾക്കാരൊക്കെയാണ് ഗൈസ് ഇത്. അത് എനിക്ക് എൻ്റെ ടീമിലുള്ള ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒറ്റ ഒരാളാണ് ഗൈസ് ഈ റൈസ് എന്ന് പറഞ്ഞിരുത്താൻ. കാരണം മെയിൻ ഒരു കാരണം പറയുമ്പോൾ അത് കളിക്കൂല. അതായത് ഇവനെ എത്രത്തോളം നമ്മൾ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ അതിനുള്ളൊരു കളിയില്ല ചക്കന്. ഇപ്പോഴത്തെ ഏറ്റവും വില കൂടി സ്ട്രൈക്കറാണ് കാണിച്ചില്ല ഗൈസ്. കഴിഞ്ഞ ഇവൻ്റ് അല്ല, ഈ ഇവൻ്റ് ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒറ്റ ആളായിരിക്കും അതിൽ ഏറ്റവും ടോപ്പ് ഉണ്ടാവുക. പറയാൻ പറ്റും നിങ്ങൾക്ക് ഗൈസ്. വേറെ ആരുമില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഗൈസ്. പിന്നെ അതിന് തൊട്ട് മുമ്പത്തെ ഇവൻ്റിലുള്ള ഏറ്റവും വിലയോടെയാണ് ഈ റൊണാൾഡോ നസാരിയോ. നമുക്കറിയാലോ, ഞാൻ പറഞ്ഞ ആവശ്യമില്ല. നമുക്ക് R9 എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ. R9 കിട്ടുമ്പോൾ 108, 106 ഗൈസ് സ്പേസ്. ഇത്രയും നല്ലൊരു കാർഡ് വേറെ ഫിഫയിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. കാരണം ഫിഫ സമയത്ത് യൂസർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ട ഏറ്റവും അടിപൊളി കാർഡ് ഗൈസ്. പക്ഷേ ഇതിനത്ര ഞാൻ അടുത്ത് കാണിച്ചാൽ പോകുന്ന അതിൻ്റെ അത്ര ഇതിൻ്റെ സാധനം വരില്ല. ഡൈസൂബിയോ 105 പേസ്, 107 ഷൂട്ടിങ് ഗൈസ്. 107 ഷൂട്ടിങ് കിട്ടുമ്പോൾ ഉള്ളതാണ് ഗൈസ് ഇത് കാണുന്നത് നിങ്ങൾ. പിന്നെ ഈ കൂട്ടത്തിൽ എൻ്റെ അടുത്തുള്ളത് മുള്ളർ. പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് കിട്ടുമ്പോൾ എനിക്ക് ഡഗ്ലിഷിനെ ഏകദേശം കിട്ടുന്ന സമയത്ത് ഏകദേശം 412 മില്യൺ ഉണ്ടായിരുന്നു ചെറുക്കായിരുന്നു. ഇപ്പോൾ ഏകദേശം 51 മില്യൺ ആയിരുന്നു. പിന്നെ നിങ്ങൾ ഡെയിലി പിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ കിട്ടണമെങ്കിൽ അപ്പം തന്നെ വെക്കുന്നത്. എനിക്കെപ്പോഴും പെട്ടെന്ന് മടുത്തായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ ഞാൻ കുറച്ച് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഗൈസ്. 3000 ഡെയിലി പിക്ക് ഇതാന്ന് കാണിച്ചു ഗൈസ്. ഈ 3000 ഡെയിലി പിക്കിൻ്റെ സ്ഥാനത്ത് ഏകദേശം 6000 ആയിരുന്നു. അതായത് ടോപ്പ് 50 വരെ സംഭവമായിരുന്നു. ഇവിടെ ടോപ്പ് ഇവൻ്റ് എന്നല്ല ഗൈസ് കാണുന്നത്. അതിന് പകരം ഇവിടെ ടോപ്പ് 50 എന്നായിരുന്നു. ആ ടോപ്പ് 50 പറഞ്ഞാൽ മാർക്കറ്റിലെ ടോപ്പ് 50 ആൾക്കാരെന്ന് ഒരു 4 ആൾക്കാരെ നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറയും. പിന്നെ കിട്ടുന്നതൊക്കെ ട്രേഡബിളാണ്. അതാണ് മെയിൻ കാരണം പൈസ ഉണ്ടാക്കാനുള്ളത്. അങ്ങനെ എനിക്ക് അന്ന് 6000 ചെയ്തപ്പോൾ എനിക്ക് അതിന് കിട്ടിയ ഒരാളായിരുന്നു എംബാപ്പെ ഗൈസ്. അത് എംബാപ്പെ കിട്ടിയ സമയത്ത് എടുത്ത് വിറ്റു. കാരണം എനിക്ക് ആ എംബാപ്പയെ വിറ്റുകൊണ്ടായിരുന്നു എനിക്ക് എൻ്റെ കാർലോസ് ആൽബർട്ടനെ വാങ്ങാൻ പറ്റിയേ. എൻ്റെ ആ ഒരു റൈറ്റ് കാർലോസ് ആൽബർട്ടനെ വാങ്ങാൻ പറ്റിയേ അന്ന് വിറ്റുകൊണ്ട്. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ വിറ്റുണ്ടായിരുന്നു ഏകദേശം 106 റൺ ചെയ്ത് കൊടുക്കുന്ന ആ ടൈമിൽ ഏകദേശം 146 മില്യൺ കോയിൻസ് ആയിരുന്നു ഗൈസ് ഞാൻ വിറ്റുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയമായപ്പോഴത്തേക്കും അവൻ്റെ വാല്യൂ കാണിച്ചില്ല ഗൈസ്. ഏകദേശം എവിടെ ഇതാ ഗൈസ് 297 മില്യണാണ് ഗൈസ്. 297 മില്യൺ. ഞാൻ പിന്നെ ഇവനെ പർപ്പിൾ റാങ്കപ്പ് ചെയ്ത് വിറ്റതാണ്. 207 മില്യൺ. ഞാൻ ഏകദേശം എനിക്ക് ഈ സമയത്ത് വിറ്റുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും 107 മില്യൺ പ്രോഫിറ്റ് കിട്ടിയിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇവിടുത്തെ കുറച്ച് പെലയൊക്കെ ഉണ്ട് ഇവിടെ. അതായത് പെല എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഇപ്പം ഈ റെട്രോസ്റ്റാർസ് വരുന്നതിന് മുമ്പ് വരെ പെലയ്ക്കൊരു ക്ഷാമമായിരുന്നു. പെലെ നെയ്മർ അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ച് ക്ഷാമമായിരുന്നു. പക്ഷേ ഇപ്പം പെലയ്ക്ക് അത് മാറി കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് നെയ്മർ സുൽത്താൻ തന്നെ ലെഫ്റ്റ് വിങ് നമ്മുടെ നെയ്മർ സെർച്ച് ചെയ്തു. ഇപ്പോഴത്തെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് വിങ് ആണ് നെയ്മർ. പക്ഷെ മറ്റെല്ലാവരുടെയും കാർഡ്സ് മനസ്സിലാവും. അവർക്കൊക്കെ ചെറിയ ആക്ഷൻ ടൈപ്പ് കാർഡ്സ് ഉണ്ട്. പക്ഷേ ഈ നെയ്മർ കണ്ടോ ഗൈസ്, തല വെട്ടി തൊട്ടിച്ച പോലെ. അതായത് നിങ്ങൾ ഇതിപ്പോൾ ജസ്റ്റ് വേറെ കാര്യം സെർച്ച് കാണിച്ചു തരാം. അതായത് ഏകദേശം
എംബാപ്പേൻ്റെ വേറൊരു 80 ഒരു കാർഡിലുണ്ട്. ആ കാർഡിൻ്റെ മുകളിലത്തെ ഫോട്ടോ വെട്ടി ഒട്ടിച്ച് വെച്ചവരാണ് കഴിച്ചത് ഇതിൽ. പക്ഷെ ഭയങ്കര വാല്യൂ ആണ് കഴിച്ചത്. ഇപ്പോഴത്തെ ഏറ്റവും വില കൂടിയ ഒരാളാണ് എംബാപ്പെ. കണ്ടോ 1 ബില്യൺ അടുത്താണ്. 1 ബില്യൺ 2.5 ബില്യൺ അടുത്താണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് എൻ്റെ അക്കൗണ്ട് ഇതൊക്കെ കാണിക്കാൻ വന്നതാണ്. എൻ്റെ അക്കൗണ്ട് ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് കാണിക്കണം, സബ്സ്ക്രിപ്ഷൻസ് ആരുമില്ല, റിസൾട്ട്സൊക്കെ അങ്ങനെ പൊട്ടയൊക്കെയാണ്. ഇതാണ് എൻ്റെ ടീം ഗൈസ്. എങ്ങനെയുണ്ട് പറയട്ടോ ടീം ഗൈസ്. പിന്നെ എൻ്റെ പേരെന്ന് പറഞ്ഞാൽ ലോജിക് ക്രൂ 464 ഗൈസ്. വേൾഡ്സ് അറ്റാക്കിൽ വേൾഡ് ക്ലാസ് 3 ആണ് ഞാൻ. ഇപ്പം അടുത്തിടെ വേൾഡ് ക്ലാസ് 2ക്ക് അങ്ങനെ കയറുന്നുണ്ട്. പക്ഷേ ഫുള്ള് പ്രോ പ്ലേയേഴ്സാണ് ഇപ്പോൾ ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊരു ലീഗ് ഉണ്ട്, ഗ്രിഡർ ആൻഡ് ഗ്ലോറി. നിങ്ങൾ വേണമെങ്കിൽ സെർച്ച് ചെയ്തിട്ട് ലീഗിലേക്ക് ഒന്ന് ലീഗ് ഇടുക. ഞാൻ പിന്നെ മറ്റേ മാച്ച് മോഡിൽ ഏകദേശം വേൾഡ് ക്ലാസ് 1 ആണ്. അതിലേക്ക് എങ്ങനെ ലെജൻഡറി കയറാൻ നോക്കണം. അതാണ് എൻ്റെ ഡിവിഷൻ ക്ലാസിൻ്റെ അവസ്ഥ. പിന്നെ ഒരിക്കലും ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഒരിക്കലും നിങ്ങൾ ഈ ഗെയിമിനെ പ്രാകരുത്. ഇനിയും പ്രാഗിക്കഴിഞ്ഞാൽ ഇവർ പിന്നെ ഈ ഗെയിമിനെ വീണ്ടും അങ്ങ് ഇല്ലാണ്ടായി കളയും. ഇപ്പം തന്നെ FFൽ കുറേ സാധനങ്ങൾ റീട്ടേൺ കൊണ്ടുവന്ന പോലെ ഇതിലിപ്പോൾ വന്നേക്കുന്ന സാധനമാണ് റീട്ടേൺ കൊണ്ടുവരുന്ന സാധനം. ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ ഇപ്പം അടുത്ത് മെയിൽ കളിക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയൊന്നും കളക്ഷൻസ് ഉണ്ടായില്ല. കളക്ഷൻസ് പറഞ്ഞാൽ ഇട്ട് ഉപയോഗിക്കൊന്നുമില്ല, എന്നാലും ജസ്റ്റ് കളക്ഷൻസ് പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ കാണുന്ന ഈ ലോഗോ ഉണ്ടല്ലോ, അത് പണ്ടത്തെ വിൻ്റർ വൈൽഡ് കാർഡ്സിൻ്റെ ഒരു ലോഗോ ആയിരുന്നു. അതും റെയർ ഇട്ടുണ്ടായിരുന്ന അന്നത്തെ സ്റ്റാർ പാസിൽ വന്നിട്ടുണ്ടായിരുന്ന ലോഗോ ഗൈസ്. അത് പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇതാണല്ലോ ടോട്ടി. പിന്നെ ഇതൊന്നും പ്രശ്നമില്ല. പിന്നെ പ്രീമിയം വൈൽഡ് കാർഡ്സിൻ്റെ ഈ ഒരു ലോഗോ, ഡയലൻ വൈൽ, ഇങ്ങനത്തെ കുറേ ലോഗോകൾ ഒക്കെ അന്നത്തെ പ്രോ സാധനമായി. പക്ഷെ അതൊക്കെ ഇന്ന് ഒരൊറ്റ ഇവൻ്റ് കാരണം റീട്ടേൺ വന്നു ഗൈസ്. ഏറ്റവും വലിയൊരു മണ്ടത്തരായി പോയി ഈ ഒരു ഇവൻ്റ് പറഞ്ഞാൽ. അത് ഇപ്പോഴത്തെ പ്ലേയേഴ്സിന് വരെ ഉണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ 55 ലെവലുണ്ട് ഗൈസ് എൻ്റെ അക്കൗണ്ടിന്. ഗൈസ് ഇതെന്താ ഗൈസ് ഇതിലോടാത്തെ? എന്താ ഗൈസ് ഇത്? ഗൈസ് അവിടെ ജസ്റ്റ് ഒരു സ്റ്റെക്ക് പറ്റി. പിന്നെ എൻ്റെ ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ 55 ലെവലൊക്കെ ഉണ്ട്. 32 ബില്യൺ ഇപ്പോൾ കോയിൻസ് ബാക്കിയുണ്ട് ഗൈസ്. എൻ്റെ UID ആണ് കാണിച്ചുതരാം. UID ഇതാണ് കേട്ടോ ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾ പറ്റുകയാണെങ്കിൽ കുറച്ച് ലൈക്സ് ഒക്കെ തരണം കേട്ടോ ഗൈസ്. പിന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ ഇട്ടാം കേട്ടോ ഗൈസ് എനിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ നാളെ തൊട്ട് ഓരോരു സംഭവങ്ങളെ പറ്റി എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ എനിക്ക് എൻ്റെ ഫോണിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്തവണ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഫോണിലായിട്ട് വെള്ളത്തിലൊക്കെ വീണ്ടും സീനായി ഗൈസ്. പറ്റിപ്പോയി ഗൈസ്. അപ്പോൾ എല്ലാവരും ശരി, ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് റെട്രോ സ്റ്റാർസ് ഇവൻറ്റും ഐക്കോണിക്സ് ഇവൻറ്റും എന്നാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നാളെ അപ്പോൾ വരാൻ പോകുന്ന വീഡിയോയിൽ റെട്രോ സ്റ്റാർസ് ഇവൻറ്റ് എന്താ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.